ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം പാദത്തിൻ്റെ 2 മടങ്ങിനേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതൽ. അപ്പോൾ ഇതാണ് ഒരു മട്ടത്രികോണം വിചാരിക്കുക. ഇതിൻ്റെ കർണം AC ആണ്. ഇത് പാദത്തിൻ്റെ 2 മടങ്ങിനേക്കാൾ, അപ്പോൾ പാദമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. പാദം X എന്ന് വിചാരിക്കുക. അപ്പോൾ കർണോ പാദത്തിൻ്റെ 2 മടങ്ങിനേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ലംബം പാദത്തേക്കാൾ 7 സെൻറ്റിമീറ്റർ കൂടുതലാണ്. 3 വശങ്ങളുടെയും നീളങ്ങൾ കാണുക. അപ്പോൾ പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ച് നമുക്കറിയാം എന്ത്, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നറിയാം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ കർണം ഇവിടെ എത്രയാണ്? 2x പ്ലസ് 3 സ്ക്വയർ സമം പാദം സ്ക്വയർ x സ്ക്വയർ പ്ലസ് ലംബം x പ്ലസ് 7 സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കാണുന്നത്. അപ്പോൾ 2x പ്ലസ് 3 ഹോൾ സ്ക്വയർ a പ്ലസ് b ഹോൾ സ്ക്വയർ 2x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2x ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയറാണ് ഇത്. സമം ഇതും കൂടി ഇങ്ങോട്ട് ചോടയ്ക്ക് എഴുതാം. x സ്ക്വയർ പ്ലസ് x പ്ലസ് 7 ഹോൾ സ്ക്വയർ x സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു 7 പ്ലസ് 7 സ്ക്വയർ. ഇങ്ങനെയാണ് കിട്ടുക. സമം എന്താണ്? 2x സ്ക്വയർ 4x സ്ക്വയർ പ്ലസ് 2 2 4 4 3 12 12x പ്ലസ് 9 സമം x സ്ക്വയറും കൂടി കൂട്ടിയാൽ 2x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 7 14x പ്ലസ് 7 സ്ക്വയർ 49 സമം ഇവിടെ 4x സ്ക്വയർ ഉണ്ട്, സമത്തിൻ്റെ പുറത്ത് 2x സ്ക്വയർ ഉണ്ട്. അപ്പോൾ 4x സ്ക്വയർ മൈനസ് 2x സ്ക്വയർ വരും. അപ്പോൾ എത്ര കിട്ടും? 2x സ്ക്വയർ. പിന്നെ പ്ലസ് 12x ഇവിടെ ഉണ്ട്, സമത്തിൻ്റെ പുറത്ത് പ്ലസ് 14x ഉണ്ട്. അപ്പോൾ 14xനെ ഇങ്ങോട്ട് കൊണ്ടുമ്പോൾ മൈനസ് 14x ആവും. അപ്പോൾ ഇവിടെ എത്ര വരും? മൈനസ് 2x എന്നാവും. സമം 49 ഇവിടെ പ്ലസ് 9 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 9 40 എന്ന് കിട്ടും. ഇതിൽ 2 പൊതുഘടകമാണ്. അപ്പോൾ 2 ഇൻറ്റു x സ്ക്വയർ മൈനസ് x സമം 40 എന്ന് കിട്ടും. സമം ഈ 2നെ നമുക്ക് ഇവിടെ സമത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? x സ്ക്വയർ മൈനസ് x സമം 40/2 എന്ന് കിട്ടും. 40/2 എത്രയാണ്? 20. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? x സ്ക്വയർ മൈനസ് x സമം 20 എന്ന് കിട്ടും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? x സ്ക്വയർ മൈനസ് x മൈനസ് 20 സമം 0 എന്നെഴുതാം. x സ്ക്വയർ മൈനസ് x സമം 2 സംഖ്യകളുടെ ഗുണനഫലം 20 ആവണം, തുക -1 ആവണം. അപ്പോൾ ആ സംഖ്യകൾ -5 പ്ലസ് 4 ആണ്. -5 ഇൻറ്റു പ്ലസ് 4 -20, -5 പ്ലസ് 4 -1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x മൈനസ് 5 ഇൻറ്റു x പ്ലസ് 4 സമം 0 എന്ന് എഴുതാം. കാണാനില്ല അല്ലേ? x മൈനസ് 5 ഇൻറ്റു x പ്ലസ് 4 സമം 0 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നമ്മൾ എക്സിൻ്റെ വില എടുക്കുമ്പോൾ x സമം പ്ലസ് 5 ഓർ x സമം -4 എന്ന് വരും. ത്രികോണത്തിൻ്റെ വശമായതുകൊണ്ട് മൈനസ് വരില്ല. അപ്പോൾ ഏതാണ് ഇതിലത്തെ ശരി? എക്സിൻ്റെ വില 5 ആണ് ശരി. എക്സിൻ്റെ വില 5 ആവുമ്പോൾ ഓരോ വശങ്ങളുടെയും ഇത് നമുക്ക് കാണാം. ആദ്യം എതെടുക്കാം? എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? പാദം സമം x സമം 5 സെൻറ്റിമീറ്റർ ആണ്. ലംബം എത്ര വരും? ലംബം സമം x പ്ലസ് 7 5 പ്ലസ് 7 12. കർണം സമം 2x 2 ഇൻറ്റു 5 പ്ലസ് 3 10 പ്ലസ് 3 13. ഇതാണ് അതിൻ്റെ ആൻസർ.